മത്സ്യബന്ധന തുറമുഖങ്ങൾ CISFന്റെ മേൽനോട്ടത്തിലാക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ ആശങ്കയാണെന്നാണ് SDPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറക്കൽ അറിയിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ SDPIക്ക് അതിലുള്ള ആശങ്ക എന്താണ്? SDPIക്ക് ആശങ്ക ഉണ്ടാവും. കാരണം SDPIയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇപ്പം തന്നെ നമുക്ക് തന്നെ നമ്മുടെ കേരള സമൂഹത്തിൽ തന്നെ ഒട്ടേറെ സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ നിലനിൽക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം SDPIക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇത്രയും വലിയ ഉത്കണ്ഠ വരേണ്ട കാരണം എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് SDPIയുടെ പ്രവർത്തനവും ഈ ദുരൂഹമാണ്, അതല്ലെങ്കിൽ ഈ SDPIയെ കുറിച്ചിട്ട് നമ്മുടെ കേരള സമൂഹത്തിൽ നിലനിൽക്കുന്ന ധാരണ ശരിയാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായിപ്പോയി. ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രാലയത്തിൻ്റെ ഒരു തീരുമാനമാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 1212 ഈ ഫിഷിംഗ് ഹാർബറും ലാൻഡിങ് സെൻറ്റേഴ്സ്, അതായത് മത്സ്യബന്ധന തുറമുഖങ്ങളും അതോടൊപ്പം തന്നെ ചില ലാൻഡിങ് സെൻറ്റേഴ്സ്, ചില തുറമുഖം അല്ലെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ ഈ മത്സ്യബന്ധന ബോട്ടുകൾ വന്ന് പിന്നെ നങ്കൂരമിടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അവിടെയെല്ലാം ഇതിൻ്റെ സെക്യൂരിറ്റി CISFനെ ഏൽപ്പിക്കാൻ, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, അതാണല്ലോ CISF എന്ന് പറയുന്നത്, ആ CISFനെ ഏൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതുവഴിയുള്ള പോക്കുവരവുകളെല്ലാം വളരെ റെക്കോർഡഡ് ആയിരിക്കും. നമ്മൾ വിശേഷിച്ച് ഇപ്പോഴത്തെ നമ്മുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു നിലവിലുള്ള ഹോം മിനിസ്ട്രിയുടെ ഒരു തീരുമാനം അനുസരിച്ചിട്ട് ബയോമെട്രിക് സംവിധാനങ്ങൾ ഈ അതുവഴി പോകുന്ന ഈ മത്സ്യബന്ധന ബോട്ടിൽ പോകുന്ന ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പോകുമ്പോഴും വരുമ്പോഴും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ രീതിയിലുള്ള ഒരു ബയോമെട്രിക് സംവിധാനം ഉറപ്പാക്കുക. അതേപോലെ തന്നെ ഈ മത്സ്യബന്ധന ബോട്ടുകൾക്കുള്ള ID കാർഡുകൾ സജ്ജമാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ ആധുനിക സംവിധാനങ്ങളും കൂടെ വിളക്കി ചേർത്തുകൊണ്ടുള്ള സെക്യൂരിറ്റിയാണ് ഈ മത്സ്യബന്ധന പോർട്ടുകളിലും അതോടൊപ്പം തന്നെ ലാൻഡിങ് സെൻറ്ററിലും സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ബോംബെയിലെ ടെറർ അറ്റാക്ക്, അതേപോലെ കേരളത്തിലിപ്പം വ്യാപകമായ തോതിലാണ് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ മയക്കുമരുന്നും മറ്റ് സംഗതികളും കിട്ടുന്നുണ്ട്, സ്ഫോടക വസ്തുക്കൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ എവിടെ നിന്നെങ്കിലും വരാതെ മുന്നോട്ട് വരില്ലല്ലോ, അല്ലേ? ഇന്ന് കേരളത്തിൻ്റെ ഏത് സ്ഥലങ്ങളിൽ വേണമെങ്കിലും മയക്കുമരുന്ന് റെഡിലി അവൈലബിളാണ്. ഇപ്പോൾ കൊച്ചി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ രാത്രിയിൽ കാണുന്ന അടിയും പിടിയും പോലീസിന് പോലും ഇപ്പോൾ പേടിയായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. പോലീസിനെ പോലും ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മയക്കുമരുന്നിൻ്റെയും ഈ മയക്കുമരുന്നും ടെററിസ്റ്റ് ആക്ടിവിറ്റി, അതല്ലെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റികളും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. കാര്യം ഇതിനുള്ള ഈ ധനം ശേഖരിക്കുകയും ഓരോരോ സംഘടനകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതിൽ മുഖ്യമായ പങ്കാണ് ഈ മയക്കുമരുന്ന് കള്ളക്കടത്തിനുള്ള സംഗതി. മയക്കുമരുന്ന് കള്ളക്കടത്തിന് വേണ്ടി ഈ പറഞ്ഞ പോലെ തീവ്രവാദ സംഗതികൾ ഉണ്ടാക്കുകയും തീവ്രവാദം പോലും മയക്കുമരുന്നിന് വേണ്ടി ഉണ്ടാക്കുകയും ചെയ്യുന്ന ആ ഒരു ബന്ധമാണ് ഇത് രണ്ടും തമ്മിലുള്ളത്. അപ്പോൾ കേരളത്തിൽ ഇതൊക്കെ എനിക്ക് തോന്നുന്നു, കേരളത്തിലിപ്പോൾ നമുക്ക് ഏതാണ്ട് 590 കിലോമീറ്റർ ഇപ്പോൾ ഈ കടൽ തീരങ്ങളുണ്ട്. അപ്പോൾ ഈ തീരങ്ങൾ വളരെ ഇപ്പം പഴയതുപോലെ അല്ല, ഇപ്പോൾ പണ്ടത്തെ കാലം പോലെയല്ല. ഇപ്പോഴത്തെ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുക. മറ്റേതല്ല, പണ്ട് ഈ പറഞ്ഞ പോലെ ഒരു മാപ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓരോ പ്രദേശങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നു. ഇപ്പോൾ അതല്ല, ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഓരോ സ്ഥലത്തെ അവസ്ഥ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആധുനിക സംവിധാനത്തിൽ ഈ തീരങ്ങളൊക്കെ വളരെ വിദഗ്ധമായിട്ട് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഇപ്പം നമ്മുടെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം, ഇല്ലേ? ഇപ്പോൾ ബോംബെ പിന്നെ ഭീകരാക്രമണം മുതൽ ഇങ്ങോട്ടുള്ള എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളം അറിയാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ദുരൂഹമായ രീതിയിലുള്ള സംഭവങ്ങൾ, ഈവൻ കൊച്ചി പോലും 1-2 സംഭവങ്ങൾ നമ്മളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു സുരക്ഷയുടെ ആവശ്യത്തിലേക്കാണ്. അതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അവരുടെ പഠനങ്ങളുടെയും വർത്തമാനകാല സാഹചര്യങ്ങളും വിലയിരുത്തിയിട്ടായിരിക്കുമല്ലോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു നടപടിയിലേക്ക് വരുന്നത്. തീർച്ചയായും. അപ്പോൾ ഈ ഒരു നടപടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ സുരക്ഷിതത്വത്തിലേക്കല്ലേ വഴിവെക്കുന്നത്? തീർച്ചയായിട്ടും. അല്ല, അതിനകത്ത് അങ്ങനെ ഒരു സുരക്ഷിതത്വത്തിലേക്ക് വഴിവെക്കുകയും തുറമുഖത്ത് ഈ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഡ്രഗ്സ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇത്തരം കറപ്ഷൻസ് ഒഴിവാക്കുക, അല്ലെങ്കിൽ കള്ളക്കടത്തിനെ തടയിടുക, ഇതൊരു വലിയ തീരുമാനമാണ്. അപ്പോൾ അതിന് SDPIക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക എന്തായിരിക്കും? അതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് നമുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം അതാണ്. എന്തുകൊണ്ട് SDPIക്ക് ഒരു സുരക്ഷാ സംവിധാനം ഭീഷണി ഉയർത്തുന്നു? സുരക്ഷാ സംവിധാനം ഉണ്ടാകുമ്പം കൂടുതൽ നമ്മൾ സുരക്ഷിതരാകുകയാണല്ലോ ചെയ്യുന്നത്, അല്ലേ?
ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന കേരളത്തിലുള്ള SDP നേതാക്കൾക്കാണെങ്കിൽ പോലും ഇവിടെ മയക്കുമരുന്ന് വരാതിരിക്കുന്നതും ആയുധങ്ങൾ വരാതിരിക്കുന്നതും നമ്മുടെ മൊത്തത്തിലുള്ള സുരക്ഷയ്ക്ക് ആവശ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സുരക്ഷാ സംവിധാനം വരുന്ന സമയത്ത് SDP എന്തുകൊണ്ടത് ഭയക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചില ഓപ്പറേഷൻസിന്, കാരണം SDP വളരെ വ്യക്തമായ സംശയങ്ങൾ കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. SDP പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, പല ആശാസ്യമല്ലാത്ത പ്രവർത്തനങ്ങളിൽ SDP ഏർപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം മുസ്ലിം ലീഗിനെ കുറിച്ച് നമ്മളത് പറയുന്നില്ലല്ലോ, ഇല്ലേ? മുസ്ലിം ലീഗിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് കേരള രാഷ്ട്രീയത്തിൽ മുഖ്യധാരയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്വമുള്ള ഒരു ഇപ്പോൾ ഒരു പരിധിവരെ ആൾക്കാർ മതേതര സംഘടനയാണെന്നുള്ളത് അവകാശപ്പെടുന്നുണ്ട് സാധനം, മുസ്ലിം ലീഗ് എന്നുള്ള പേരുണ്ടെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ മുസ്ലിം ലീഗിനെ കുറിച്ച് അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നില്ല, മറിച്ച് SDP കുറിച്ച് നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ PFI നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ PFI നിരോധിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സംഘടനകളിലേക്ക് ആ പ്രവർത്തകർ മാറിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ PFIയുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ സംശയാസ്പദമായിരുന്നു വളരെ മുൻപ് തന്നെ. ഏതാണ്ട് സമാനമായ ഒരു അന്തരീക്ഷം SDP-യെക്കുറിച്ചും കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ഈ ഒരു പ്രസ്താവന, ഇപ്പോൾ ഈ ഒരു CISFൻ്റെ സാന്നിധ്യത്തെ ഈ ഫിഷിംഗ് ലാൻഡിംഗ് സെൻറ്ററിലും ഫിഷിംഗ് ഹാർബറുകളിലും SDP എതിർക്കുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകുന്നത് ഫിഷർമെൻ്റെ അതല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികളുടെ സുരക്ഷിതത്വമോ അതല്ല എങ്കിൽ അവരുടെ ക്ഷേമമോ മുൻനിർത്തിയല്ല, മറിച്ച് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഇത് വിഘാതമായി മാറുന്നു എന്ന് വേണം നമുക്ക് തിരിച്ചറിയാൻ, കണ്ടെത്താൻ. സുതാര്യമായി ചെയ്തുകൊണ്ടിരുന്ന എന്തിനോ ഈ ഒരു സുരക്ഷാ വലയം ഇനി അല്ലെങ്കിൽ ഈ സുരക്ഷാ വലയം കൊണ്ട് അവർക്ക് പ്രശ്നം ഉണ്ടാക്കും എന്നൊരു കാര്യം ഇതിൽ വരുന്നുണ്ടോ? അതല്ലേ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ അവർ നടത്തിക്കൊണ്ടിരുന്ന ചില ഈ പറഞ്ഞ പോലെ ഈ ഫിഷിംഗ് ഹാർബറുകളും ലാൻഡിംഗ് സെൻറ്റേഴ്സും അവർ മുൻപ് മറ്റു പലതിനോ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ അളവെടുത്ത് നോക്കുക, ഓരോ ദിവസവും പിടിക്കപ്പെടുന്ന മയക്കുമരുന്നിൻ്റെ അളവെടുത്ത് നോക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ അവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ട് ചൈത്ര തെരേസ ജോൺ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. അത് സസ്പെൻഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ ഈ MDMA കടത്ത് സംഘവും അങ്ങനെയുള്ള മയക്കുമരുന്ന് കടത്ത് സംഘവുമായിട്ട് അവിടുത്തെ പോലീസിനുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. പോലീസ് സേനയിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു പോലീസ് സൂപ്രണ്ട് സ്വാഭാവികമായിട്ടും പോലീസ് സേനയിലുള്ള ഒരു ഉന്നതാധികാരി പോലീസുകാർക്ക് നടപടിയെടുക്കുമ്പോഴത്തേക്ക് വളരെയധികം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ ഒരു കാരണവശാലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ബോധ്യമാണ് ആ ഓഫീസറെ കൊണ്ട്, ചൈത്ര തെരേസ ജോണിനെ കൊണ്ട് ഈ ഒരു നടപടിയിലേക്ക് അവരെ നീങ്ങിച്ചത്. മാത്രമല്ല അവിടെ അവർ ചില സ്ക്വാഡുകളെ പിൻവലിക്കുകയും ചെയ്തു. കാരണം ആ സ്ക്വാഡുകളെ ഫീൽഡിൽ ഇറക്കിയിട്ട് പ്രയോജനം ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല കള്ളക്കടത്തുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ നമ്മൾ കണ്ണടച്ചിട്ട് ഇല്ലയെന്ന് നടിച്ചിട്ടോ അതല്ലെങ്കിൽ അത്തരം യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മറ്റേതെങ്കിലും രീതി വ്യാഖ്യാനിക്കപ്പെടുമോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം കാരണം എന്താ വെച്ചാൽ അവിടെയാണ് നമ്മൾ ഈ മുസ്ലിം ലീഗിനെ കാണേണ്ടത്. മുസ്ലിം ലീഗിനെ കുറിച്ചിട്ട് ആർക്കും അങ്ങനെ അഭിപ്രായമില്ല. മുസ്ലിം ലീഗിനെ ഈ പറഞ്ഞതുപോലെ വളരെ മുഖ്യധാരയായിട്ട് ചേർന്ന് നയിക്കുന്ന പാർട്ടിയാണ്. മുസ്ലിം ലീഗ് ഒരു ദൗത്യം നിർവഹിക്കുന്നുണ്ട്. കാര്യം മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് അത് സൃഷ്ടിക്കുന്ന വിടവെന്ന് പറയുന്നത് SDP പോലുള്ള അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പോലുള്ള സംഘടനകളുടെ ഒരു വ്യാപനത്തിനായിരിക്കും ഇത് സഹായിക്കുക. അപ്പോൾ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു വിഷയങ്ങളെ ഒരിക്കലും മതവുമായിട്ട് ചേർത്ത് കാണേണ്ട വിഷയമല്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ SDP ഉപയോഗിക്കുന്നത് ഇത്തരത്തിന് എവിടെയെങ്കിലും കൊണ്ട് മതവുമായിട്ട് കൂട്ടിക്കെട്ടും. അവിടെയാണ് പലർക്കും ഇതിനകത്തൊരു വ്യക്തമായിട്ട് നിലപാടെടുക്കാൻ പറ്റത്തില്ല, നടപടികൾ സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കഴിയുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു മതവിഷയമാക്കിയിട്ട് ഒരു വലിയൊരു വിവാദത്തിലേക്ക് കൊണ്ടുവരികയും ആ വിവാദത്തിനകത്ത് ഇട്ടിട്ട് ഈ പറഞ്ഞതുപോലെ എങ്ങും എത്താത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ എത്തിക്കുകയും തങ്ങളുടെ കാര്യങ്ങൾ നടപ്പിൽ ഒരു പുകമറ സൃഷ്ടിച്ചിട്ട് ആ പുകമറയ്ക്കുള്ളിലൂടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ആ ഒരു രീതിയിലേക്ക് ഇത് സംഗതി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ തീരുമാനമാണ്. അല്ല, ഈ ഒരു CISFന്റെ മേൽനോട്ടത്തിലേക്ക് മത്സ്യബന്ധന തുറമുഖങ്ങളൊക്കെ വരുമ്പോഴുള്ള ഒരു ഗുണങ്ങളോ അല്ലെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികൾക്കും അല്ലെങ്കിൽ തുറമുഖങ്ങളിലേക്കും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ മുൻനിർത്തിയായിരിക്കുമല്ലോ ഒരു ആശങ്ക എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ CISFന്റെ മേൽനോട്ടത്തിലേക്ക് വരുമ്പോൾ ഉള്ള ഗുണങ്ങളും എന്തായിരിക്കും? ഗുണങ്ങൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഞാൻ കാണുന്നത് സംസ്ഥാന സർക്കാരിനും ഇവിടുത്തെ രക്ഷിതാക്കൾക്കുമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഉണ്ടാകാൻ പോകുന്നത്. കാര്യം ഈ മയക്കുമരുന്നിൻ്റെ ലഭ്യതയിൽ ഗണ്യമായ കുറവുണ്ടാകും.
കാര്യം ഈ മയക്കുമരുന്നിൻ്റെ നല്ലൊരു ശതമാനവും ഈ ഈ ഇത്തരം ഫിഷിംഗ് ലാൻഡേഴ്സും ഫിഷിംഗ് സെൻറ്റേഴ്സും വഴിയാണ് നടക്കുന്നത്. നമ്മുടെ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖമില്ലേ, അതിപ്പോൾ അന്താരാഷ്ട്ര കപ്പൽ ചാനലിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നൊരു വിഴിഞ്ഞം തുറമുഖമാണ്. അപ്പോൾ ഈ അന്താരാഷ്ട്ര കപ്പൽ ഇപ്പോൾ ചാനലിലൂടെ പോകുന്ന സംഗതികളിൽ നിന്നാണ് ഈ മയക്കുമരുന്നൊക്കെ നമ്മുടെ കടലിലേക്ക് വീഴുന്നതും ഈ ഫിഷിംഗ് ഈ ഫിഷിംഗ് ഹാർബറുകൾ വഴിയും ലാൻഡിങ് സെൻറ്റേഴ്സ് വഴിയും നമ്മുടെ കരയിലേക്ക് വരികയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതല്ലേ, ഒരു പിന്നെ ഇവിടുത്തെ കോസ്റ്റ് ഗാർഡ് എത്രയോ കോടി രൂപയുടെ മയക്കുമരുന്നുമായിട്ടൊരു ചെറിയ കപ്പൽ നമ്മുടെ കൊച്ചിൻ തീരത്ത് വെച്ച് പിടിച്ച സംഗതി. അപ്പോൾ ഈ കപ്പൽ ചാലിലൂടെ പോകുന്ന സമയത്ത് അതൊരു വലിയ ലോകമാണ്. നമ്മൾ അവിടെ നടക്കുന്ന സംഗതികളൊന്നും നമ്മൾ പലതും അറിയുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും മലയാളികൾക്ക് ഇതൊക്കെ ഒരു സിനിമയിലൊക്കെ കണ്ടുള്ള പരിചയമായിരിക്കും പലപ്പോഴും കൂടുതലുണ്ടാവുക. പക്ഷേ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ കേരള തീരത്തിലേക്ക്, കേരളത്തിനകത്തേക്ക് ഈ സംഗതികൾ വരുന്നതിലൊരു മുഖ്യ വഴി ഇത് രണ്ടുമാണ്. അപ്പോൾ അതിനൊരു നിയന്ത്രണം വരും എന്നുള്ളത് ഒരു വലിയൊരു നല്ല കാര്യമാണ്. അപ്പോൾ അത് സ്വാഗതം ചെയ്യേണ്ടതാണ്. ഇത് മത്സ്യബന്ധന തൊഴിലാളികൾക്കൊന്നും ഇത് കാരണം തൊഴിലാളികൾക്കൊരു പ്രശ്നമില്ല. തൊഴിലാളികൾക്ക് കൂടുതൽ സുരക്ഷിതത്വത്തിലേക്ക് വരുന്നു. കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ പിന്നെ അറ്റൻഡൻസ് ഏർപ്പെടുത്തുമെന്ന് പറയുന്നു. ഇപ്പോൾ ഇതുവഴി പോകുന്ന ബയോമെട്രിക് സംവിധാനം വഴി ഒരു ബോട്ടിലേക്ക് ഒരു 10 പേര് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ 10 പേര് ആരൊക്കെയാണ് പോയതെന്നുള്ള കൃത്യമായ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ബോട്ടിൻ്റെ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ പോലും ആരൊക്കെയാണ് പോയിരിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ലഭ്യമാവും. തിരിച്ചു വരുമ്പോൾ ഈ ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടാണ് തിരിച്ച് പുറത്തേക്ക് പോകേണ്ടത്. അതുപോലെ ബോട്ടുകൾക്കുള്ള സംഗതി, ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾക്കുള്ള ഒരു ID കാർഡ് പോലുള്ള സംവിധാനം, ഇതെല്ലാം വരുമ്പോഴത്തേക്ക് കൂടുതൽ സുതാര്യമാവുകയും കൂടുതൽ എന്താ പറയുക സുരക്ഷിതമാവുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആ നടപടി, വിശേഷിച്ചും ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇപ്പം നിലവിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കേന്ദ്ര സർക്കാരും ഈ തീരുമാനത്തിലേക്ക് പോകുന്നത്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഏറ്റവും വളരെ അത്യാവശ്യമായ ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ SDPIക്ക് പ്രത്യേകിച്ചൊരു വിഷമം ഉണ്ടാവേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ എന്താ പറയുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.